മനോവേദന അനുഭവിക്കുന്നത് ഈ രേണുസുധീനോട് ചോദ്യത്തിലാണ് ഞാൻ വളരെ മനോവേദനപ്പെടുന്നത്. കൊല്ലം സുധീയുടെ മക്കളുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല എന്നുള്ളതാണ് എനിക്ക് മറുപടി പറയാനായിട്ടുള്ളത്. അവരോടൊരു അഭിപ്രായം ചോദിക്കാതാണ് ഞാനൊരു തീരുമാനമെടുത്തത്. രേണുസുധി ഞാൻ കണ്ട നാൾ മുതൽ എന്നോട് വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. ദൈവഭക്തിയുള്ളൊരു പെൺകുട്ടിയാണ്. സോഷ്യൽ മീഡിയയിലുള്ള ഏതോ ഒരു യൂട്യൂബർ രേണുസുധിയുമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചത് എന്നെ വളരെയധികം മുറിവേൽപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അതിനുശേഷം എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ മനോവേദനകൾ ഉണ്ടാക്കി എന്നുള്ള സത്യമായ കാര്യമാണ്. ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഒരു യൂട്യൂബറിന്റെ വീഡിയോ വഴി ബിഷപ്പിന് വളരെയധികം മനോവേദന ഉണ്ടെന്നും താങ്കളുടെ കോൾ റെക്കോർഡും ഒക്കെ തന്നെ പുറത്തു വരികയാണ്. അതെ, ഞാൻ പുറം ലോകത്തെ അറിയിക്കാനായിട്ട് ഒരു യൂട്യൂബറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ കോള് പുറം ലോകത്തെ അറിയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ബിഷപ്പ് പറയുന്നുണ്ട് വളരെയധികം മനോവേദന അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ അതിന്റെ പേരിൽ. മനോവേദന അനുഭവിക്കുന്നത് ഈ രേണുസുധീനോട് ഒരു യൂട്യൂബർ ചോദിച്ചൊരു ചോദ്യത്തിലാണ് ഞാൻ വളരെ മനോവേദനപ്പെടുന്നത്. അല്ലാതെ ഈ കൊല്ലം സുധിയുടെ കുഞ്ഞുങ്ങൾക്ക് വസ്തു എഴുതി കൊടുത്തു എന്നുള്ള കാരണത്തെ ഓർത്തല്ല. ഈ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിൻ്റെ ചോദ്യം എനിക്ക് വളരെ മുറിവേൽപ്പിക്കുന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. എന്നെയും എൻ്റെ കുടുംബത്തെയും വ്യക്തിഹത്യ വരുത്തുന്ന രീതിയിലുള്ള കരുതിക്കുട്ടിയുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതാണ് എനിക്ക് മുറിവേൽക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ അതിൽ പറയുന്നുണ്ട്, അതായത് കൊല്ലം സുധിയുടെ മക്കൾക്ക് പ്ലോട്ട് നൽകിയതിനെ തുടർന്ന് ബാക്കിയുള്ള പ്ലോട്ടുകൾ വിറ്റു പോകാൻ അത് സഹായകമായി എന്നുള്ളതാണ്. അതിനുശേഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കൊല്ലം സുധിയുടെ മക്കൾക്ക് ഞാൻ വസ്തു ദാനമായിട്ട് എഴുതി കൊടുത്തതിന് ശേഷം ഇന്ന് വരെ 1 സെന്റ് സ്ഥലം ഞാൻ വിറ്റിട്ടില്ല. ഇതാണ് നഗ്നമായ സത്യം. എനിക്ക് കുറേയേറെ വസ്തുക്കൾ എൻ്റെ കുടുംബ സ്വത്തുക്കളായിട്ടുണ്ട്. ഏക്കർ കണക്കിന് വസ്തു എൻ്റെ കുടുംബസ്ഥലത്ത് ഇവിടെ ഈ ഏരിയയിലായിട്ട് വസ്തു എനിക്കുണ്ട്. അത് വിൽക്കണോ വാങ്ങണോ വേണ്ടായോ എന്നുള്ളത് ഞാനും എൻ്റെ കുടുംബവും കൂടെ തീരുമാനിക്കുന്നത്. കൊല്ലം സുധിയുടെ മക്കളുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല എന്നുള്ളതാണ് എനിക്ക് മറുപടി പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലോട്ട് കൊല്ലം സുധിയുടെ മക്കൾക്ക് നൽകിയതിനെ തുടർന്നൊക്കെ ബിഷപ്പിന്റെ വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്? വീട്ടുകാരുമായിട്ട് അവരോടൊരു അഭിപ്രായം ചോദിക്കാതാണ് ഞാനൊരു തീരുമാനമെടുത്തത്. അതെൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊരു തീരുമാനമെടുത്തു. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിൽ ഒരു കലാകാരനായി ജീവിച്ചു. അദ്ദേഹം ഒരു ആകസ്മികമായിട്ടൊരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോകുന്നു. ആ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൊല്ലം സുധിയുടെ കുഞ്ഞുങ്ങൾക്ക്, കുടുംബത്തിന് വളരെ പ്രയാസമുണ്ടെന്ന് എൻ്റെ കൂടെയുള്ള കുറച്ച് മാധ്യമ സുഹൃത്തുക്കൾ എന്നെ അറിയിക്കുകയുണ്ടായി. ആ മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ സിറ്റുവേഷൻ ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതിന് കാരണക്കാരനായത് കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹം എന്നോട് നേരിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലോട്ട് എഴുതി കൊടുക്കുവാൻ കൊണ്ടവിടെയായി തീർത്തത്. ഈ ഒരു സാഹചര്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ആ സമയത്ത് ബിഷപ്പ് ഈ ഒരു പ്ലോട്ട് ദാനം ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ അതവർക്ക് കൊടുക്കുന്ന ടൈമിൽ ഉണ്ടായിരുന്ന ഒരു രേണുസുധി അല്ല ഇപ്പോൾ ഉള്ളത്. അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു, എല്ലാ രീതിയിലും ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം അത് ഏതെങ്കിലും തരത്തില് ബിഷപ്പിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. രേണുസുധി ഞാൻ കണ്ട നാൾ മുതൽ എന്നോട് വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. ദൈവഭക്തിയുള്ളൊരു പെൺകുട്ടിയാണ്. വളരെ ജീവിതമാർഗം നോക്കി അതിൻ്റെ ജീവിതമാർഗവുമായിട്ട് മുൻപോട്ട് പോകുന്നു. അതിൻ്റെ തൊഴിൽ ചെയ്യുന്നു. ഒരു ജോലി അത് കണ്ടുപിടിച്ചു, അതിൻ്റെ ജോലി ചെയ്യുന്നു. അതിന് എനിക്ക് യാതൊരു വിധമായിട്ടുള്ള മാനസികമായിട്ടുള്ള വിഷമമില്ല. എന്നെ എപ്പോൾ കണ്ടാലും ബഹുമാനപൂർവ്വം സംസാരിക്കുകയും പുഞ്ചിരിക്കുകയും ഒക്കെ ചെയ്ത് കടന്നു പോകുന്ന ഒരു ആളായിട്ട് എനിക്ക് രേണുസുധിയെ കാണാനായിട്ടുള്ളൂ. അവർ സ്വന്തം ഇഷ്ടത്തിന് ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു. അവരതിലേക്ക് പോയി. നാടകത്തിലും
ചെറിയ ചെറിയ ആൽബങ്ങളിൽ, സീരീസുകളിൽ ഒക്കെ അഭിനയിക്കാൻ അവർക്കൊരു പാഷൻ അതിൽ തോന്നി അവർ പോയി. ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഞാൻ അതിനെ എതിർക്കുന്നില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.